നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തിപരമായി അധിക്ഷേപിച്ച 3 ഡെപ്യൂട്ടി മന്ത്രിമാരെ മാലിദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തു. യുവജനകാര്യ മന്ത്രാലയത്തിലെ മറിയം ഷിയൂന, മൽഷ ഷെരീഫ്, മൗസും മജീദ് എന്നിവരാണ് നടപടിക്ക് വിധേയമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനത്തിൻ്റെ ഫോട്ടോകൾ പങ്കുവച്ചതാണ് മന്ത്രിമാരെ പ്രകോപിപ്പിച്ചതും മോദി കോമാളിയാണെന്നും ഇസ്രായേലിൻ്റെ കയ്യിലെ കളിപ്പാവയാണെന്നുമുള്ള വ്യക്തിഹത്യാ പരാമർശങ്ങളിൽ കൊണ്ടെത്തിച്ചതും. വംശീയമായി വെറുപ്പുളവാക്കുന്ന അങ്ങേയറ്റം നിന്ദ്യവും നികൃഷ്ടവുമായ പദപ്രയോഗങ്ങളും ചിഹ്നങ്ങളും മന്ത്രിമാർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ബീച്ച് ടൂറിസത്തിന് വിഖ്യാതമായ മാൽദീവ്സിന് ബദലായി ലക്ഷദ്വീപിന് പ്രചാരം നേടിക്കൊടുക്കാനുള്ള ഭാരതത്തിൻ്റെ നീക്കത്തെ മാലി മന്ത്രിമാർ ഭയക്കുന്നുണ്ടോ? മാലിയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരമേറ്റ മുഹമ്മദ് മൊയ്സുവിൻ്റെ ഭാരതവിരുദ്ധ സമീപനത്തിൻ്റെ പ്രത്യക്ഷ പ്രകടനമായി വെറുപ്പിൻ്റെ ഈ പോസ്റ്റുകളെ കാണാമോ? ആത്യന്തികമായി ചൈനയുടെ കുത്തിത്തിരിപ്പിൽ ഉരുത്തിരിഞ്ഞതാണോ മന്ത്രിമാരുടെ എക്സിലെ പരാമർശങ്ങൾ? ഭാരതവും മാൽദീവ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഈ അനിഷ്ട സംഭവം എത്രമാത്രം ഉലച്ചിലുണ്ടാക്കും? നമുക്ക് പരിശോധിക്കാം. വിദേശകാര്യ വിദഗ്ധനും നയതന്ത്രജ്ഞനുമായ ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ, BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, BJP ലക്ഷദ്വീപ് ഘടകം മീഡിയ സെൽ കൺവീനർ അഡ്വക്കേറ്റ് ആറ്റബി TK, കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ പ്രൊഫസർ ജോസ് കുട്ടി എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് തീരത്ത് അദ്ദേഹം ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നത്, അത് ഫോട്ടോ ആയി സാമൂഹ്യ മാധ്യമത്തിൽ എത്തി. അതുകൊണ്ട് പ്രകോപിക്കേണ്ട വല്ല കാര്യവും ഉണ്ടോ? അതാണോ ഈ 3 മന്ത്രിമാരുടെയും വളരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് പിന്നിലുള്ള ഘടകം? അത് തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ താങ്കൾ കാണുന്നുണ്ടോ? ഇത്ര വളരെ മോശമായി, നിന്ദ്യമായി നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അപമാനിക്കാനും അവഹേളിക്കാനും അതിന് മാത്രം എന്താണ് ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? അതെ, പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രദേശത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലും ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഈ പ്രസിഡന്റ് ഇന്ത്യക്കെതിരായി ക്യാമ്പയിൻ ചെയ്താണ് വിജയിച്ചത്. നേരത്തെ പ്രസിഡന്റ് മിസ്റ്റർ സാലി ഇന്ത്യയോട് വളരെ സ്നേഹമായിട്ടും ചൈനയോടും അവർക്ക് നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്തി ഇലക്ഷൻ വിജയിച്ചു. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള 70-75 സോൾജേഴ്സ് അവിടെ തിരിച്ചയക്കുമെന്നും അവിടെയുള്ള ഹെലികോപ്റ്റർ തിരിച്ചയക്കുമെന്നും ഒക്കെ തിരിച്ചു കൊടുക്കുമെന്നും ഒക്കെ ഒരു ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അവർ ഇന്ത്യയോട് ഏറ്റെടുത്ത് പറഞ്ഞിരുന്നില്ല വിജയിക്കുന്നതിന് മുമ്പ്. വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ഉള്ള സംഭാഷണം ഉണ്ടായതും നമ്മുടെ പ്രധാനമന്ത്രിയോട് തന്നെ പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്തു 75 പേരെ തിരിച്ചു വിളിക്കണം എന്ന്. പ്രധാനമന്ത്രി അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഒരു വലിയ ഒരു ക്രൈസിസ് ആയിട്ട് നമ്മൾ അന്നും കാണുന്നില്ല, ഇന്നും കാണുന്നില്ല, കാണേണ്ടതില്ല. കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതൽ സാങ്ഷൻസ് ലഭിക്കാൻ, നമ്മുടെ കൺസെഷൻസ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ചാണക്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അയൽക്കാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവർ ചെറിയ രാജ്യങ്ങളാവുമ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അവർ നമ്മളെ ഉപയോഗിക്കും. അതൊക്കെ നമ്മൾ എത്രയോ വർഷങ്ങളായി കാണുന്നുണ്ട്. എത്ര പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇന്ത്യയിൽ ഉണ്ടായാലും മിസ്റ്റർ ഗുജറാലിന്റെ കാലത്തുള്ള ഗുജറാൽ ഡോക്ട്രിൻ പോലും വിജയിച്ചില്ല. നമ്മൾ യൂണിലാറ്ററൽ കൺസെഷൻസ് കൊടുത്താൽ പോലും ഇവര് റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടാണ്. IPKF വിഡ്രോ ചെയ്തത് എല്ലാം നമുക്ക് അറിയാവുന്ന കഥകളാണ്.
അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട്. നേപ്പാളും ഭൂട്ടാനുമായാലും നമ്മളോട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളെല്ലാം സമയം വരുമ്പോൾ ചൈനയെ ഉയർത്തി കാണിച്ചിട്ട് എങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇവിടെ നിൽക്കാമെന്നുള്ള ഒരു ടെക്നിക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം ഇന്ത്യയിൽ വരേണ്ടതായിരുന്നു, അതിന് പകരം ടർക്കിയിലേക്ക് പോയി, ഇപ്പൊ ചൈനയിലേക്ക് പോയിരിക്കുന്നു. അതൊക്കെ ഒരു ജസ്റ്റേഴ്സ് ആണ്. ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ മാൽഡീവ്സിനും അറിയാം, നമുക്കും അറിയാം, മാൽഡീവ്സ് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇവിടെ നടത്താൻ ഇന്ത്യയുടെ സഹായമില്ലാതെ കഴിയില്ല എന്നൊന്നും യാതൊരു സംശയവുമില്ല. ഇത്രയൊരു ചെറിയ രാജ്യം ഇന്ത്യയെ വിറപ്പിക്കാൻ കഴിയുമോ എന്ന് ആർക്കാണ് സംശയം തോന്നാറുള്ളത്? കാരണം അവിടെ ഇപ്പോൾ ഉള്ള ടൂറിസ്റ്റിൽ 11% ഇന്ത്യക്കാരാണുള്ളത്. റഷ്യക്കാരാണ് അതിലും കുറച്ചും കൂടെ കൂടുതലുള്ളതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാര്യത്തിലും സപ്ലൈസിലായാലും, അതുപോലെ തിരുവനന്തപുരത്ത് നോക്കിയാൽ മതിയല്ലോ, മാൾഡീവ്സുകാർ എത്രയോ പേരുണ്ട്. കിംസ് ഹോസ്പിറ്റലിൽ പോയാൽ രാവിലെ കാണുന്നത് എല്ലാം മാൾഡീവ്സ് ആളുകളെയാണ്. അപ്പൊ അങ്ങനെ വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് മാൾഡീവ്സിനുള്ളത്. അപ്പൊ ഇതൊരു ബാഡ് ബ്ലഡ് അൺനെസസറി ആയിട്ട് ഉണ്ടായതാണ്. ഒരു സ്റ്റോമിനെ ടീ കപ്പ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. കാരണം ചില സർക്കംസ്റ്റാൻസസ് ഉണ്ടായി. ഈ മന്ത്രിമാരെ നമുക്ക് ആർക്കും അറിയില്ല ഇവര് ആരാണ് എന്താണ്. അപ്പൊ അവരിങ്ങനെ പ്രകോപിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ നല്ല നടപടിയാണ് എടുത്തത്. അവരെ പുറത്താക്കുക തന്നെ ചെയ്തു. അത് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ നമുക്കിതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. അപ്പോ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇതൊരു ഇഷ്യൂ ആയി അദ്ദേഹം കണക്കാക്കുന്നില്ല. അദ്ദേഹം തിരിച്ചു വന്നാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നോർമൽ റിലേഷൻസിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു ഗുണം നമുക്ക് ഇത് ഉണ്ടായതിൽ നിന്ന് ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ എല്ലാവരും മാൾഡീവ്സിലേക്ക് പോകാനിരുന്ന ഇന്ത്യക്കാരെല്ലാം അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവരെല്ലാം ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. 3000 തവണയാണ് അവരുടെ ലക്ഷദ്വീപിലെ ബുക്കിംഗ് കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ നമുക്ക് ഹോട്ടലുകൾ ഉണ്ടാക്കണം, വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അത് മാൾഡീവ്സ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഷെയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിലേക്കായിരിക്കും നമ്മൾ പോകാൻ തോന്നുന്നത്. മാൽഡീവ്സിന് ഒരിക്കലും ഇന്ത്യയോട് യുദ്ധം ചെയ്ത് നിലനിൽക്കാൻ കഴിയില്ല. ശ്രീലങ്കയ്ക്ക് കഴിയുന്നില്ല. കാരണം ഈ ചൈനയുടെ സഹായം എന്നൊക്കെ പറയുന്നത് കുറെ സമ്മാനം കിട്ടുമെന്നല്ലാതെ ശ്രീലങ്കയിൽ പറ്റിയതുപോലെ തന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ ചൈനയെ കാണില്ല. അന്നേരം ഇന്ത്യ മാത്രമേ കാണൂ. മാൾഡീവ്സിന്റെ സ്വാതന്ത്ര്യം ഇന്നുള്ളത് തന്നെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളോടാണെന്ന് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്ത ഒരു ബഹളമാണ്. ഇതില് അവർ ചൈനയോട് കാണിക്കുന്ന പ്രതിപത്തി ഇന്ത്യയോട് എതിരായിരിക്കണമെന്നില്ല. അങ്ങനെ ആയിരുന്നില്ല അന്ന്. അതുകൊണ്ട് ഞാനിതിനെ കാണുന്ന ഒരു ടെമ്പററി ഒരു ആബറേഷൻ എന്നുള്ളത് മാത്രമാണ്. ഒരുപക്ഷെ ഈ മന്ത്രിമാർക്കൊക്കെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, ഈ ടൂറിസത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് തോന്നിയത് നമ്മൾ മാൾഡീവ്സിലെ ടൂറിസത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ഉള്ളതൊക്കെയാണ്. അതൊക്കെ തെറ്റിദ്ധാരണകളാകാം. തീർച്ചയായിട്ടും പ്രസിഡന്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. കാരണം മാൾഡീവ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ പോലും കഴിയുകയില്ല ഇന്ത്യയോട് യുദ്ധം ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായിട്ട് ഉണ്ടായതുകൊണ്ട്. അതിനവർക്ക് വേറൊരു ഇന്റർനാഷണൽ ആയിട്ടും ഒക്കെ യാതൊരു സപ്പോർട്ടും ലഭിക്കുകയും. അതുകൊണ്ട് ഇതൊരു വലിയ ആങ്ഷൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ടൂറിസം ടു ലക്ഷദ്വീപ് തീർച്ചയായിട്ടും വർദ്ധിക്കും വളരെയധികം. നമ്മളെല്ലാം തന്നെ ലക്ഷദ്വീപിലേക്ക് പോകാൻ തുടങ്ങുന്ന ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിൽ കൂടുതലൊന്നും നമ്മൾ ഇതിനെ അല്ല ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ നമ്മുടെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുക മാത്രമല്ല, അവഹേളിക്കുക മാത്രമല്ല, ഞാൻ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, വംശീയമായി നമ്മുടെ ഇന്ത്യക്കാരെ, ഭാരതീയരെ അധിക്ഷേപിക്കുന്ന പരാമർശവും ഉണ്ടായിട്ടുണ്ട്. താങ്കളത് കണ്ടു കാണും. ഞാൻ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. മാത്രമല്ല ഇതൊരു പ്യുവർലി ഒരു മുസ്ലിം കൺട്രിയാണ്, മുസ്ലിം രാജ്യമാണ് മാൽദീവ്സ്. അപ്പോൾ നരേന്ദ്രമോദിയെ ആൻറ്റി മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കുന്ന ചില പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി ചൈനയുടെ കുത്തിത്തിരിപ്പ് തന്നെയായിരിക്കില്ലേ ഇതിൻ്റെ പിന്നിൽ? നോക്കൂ, ഈ മാൽദീവിൻ്റെ പുതിയ പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ചൈന പര്യടനത്തിലാണ്. ശരിയാണ്, അദ്ദേഹം ഈ 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം തൊഴുകൈകളോടെ ഞാനിതാ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഡ്രാമയായിരിക്കാം ഒരുപക്ഷെ. അദ്ദേഹം അറിയാതെ, ആരും അറിയാത്ത ഈ 3 ഡെപ്യൂട്ടി മന്ത്രിമാർ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം എടുക്കണമെങ്കിൽ സ്വാഭാവികമായി അതിനൊരു അടിസ്ഥാനം, ഒരു ആധാരം എന്തായാലും ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്, അല്ലെങ്കിൽ മാൽഡീവ്സിന്റെ പോളിസി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു, അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഇന്ത്യയുടെ സെൻസിറ്റിവിറ്റി കണക്കാക്കിയില്ല എന്നൊക്കെ നമ്മളൊരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് നമ്മൾ അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
കാരണം അവർ ചെയ്തതൊക്കെ വളരെ തെറ്റാണ്. അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്ത്യയും മാൾഡീവ്സും നല്ല ബന്ധത്തിലേക്ക് മാറേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഒരു ഒരു എന്താണ് ഒരു മുസ്ലിം രാജ്യത്തിന് ഇന്ത്യക്കെതിരായിട്ട് ചെയ്യുന്ന പ്രവർത്തനമായിട്ടൊക്കെ കാണുന്നത് ഒരു പക്ഷേ ഗുരുതരമായ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ തന്നെ ശ്രമിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം, ആവശ്യവും. അത് വരുമെന്നാണ് എൻ്റെ വിചാരം. കാരണം അയൽക്കാരുമായിട്ട് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അത് പാകിസ്ഥാൻ ആയാലും ചൈന ആയാലും ഒക്കെ അതിനെ എൻകറേജ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ശക്തിയും നമ്മുടെ കഴിവും ഒക്കെ നോക്കുമ്പോൾ മാൾഡീവ്സിനോടൊരു കലാപം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഡോക്ടർ ടി പി ശ്രീനിവാസൻ, വിനോദസഞ്ചാര മേഖലയിൽ വലിയ കനത്ത തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ. കാരണം അവിടെയുള്ള ബുക്കിംഗ് എല്ലാം പിൻവലിച്ചിട്ടുണ്ട്. ഈസ് മൈ ട്രിപ്പ് അതിൻ്റെ പിന്നെ സാരഥി തന്നെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ കൃത്യമായി പറയുകയുണ്ടായി, എല്ലാം ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന്. അപ്പോൾ ഒരു തരത്തിൽ വലിയൊരു ക്ഷീണം ഈ മേഖലയിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. മറ്റ് ബൈലാറ്ററൽ റിലേഷൻസിനെ എങ്ങനെ ഇത് ബാധിക്കും? അത് നമ്മൾ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരത്തെ എല്ലാ മാൾഡീവ്സുകാരും തിരിച്ചു പോകണം നമ്മൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കിംസ് ഹോസ്പിറ്റലിൽ രാവിലെ ചെന്നാൽ കാണുന്ന എല്ലാം മാൾഡീവിയൻസ് ആണ്. അവരെല്ലായിടത്തും ഇവിടെ വന്നേ പറ്റുള്ളൂ. അവർക്ക് എന്ത് ചികിത്സ വേണമെങ്കിലും കേരളത്തിലെത്തും. ഇവിടെ നല്ലൊരു മാൾഡീവ് ഓഫീസുണ്ട്. അവരുടെ ഇലക്ഷൻ പോളിംഗ് സ്റ്റേഷൻ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ അതൊരു ചെറിയൊരു തെറ്റിദ്ധാരണ കൊണ്ട് അവർ തകർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയുന്നത്ര അതുകൊണ്ട് നമ്മൾ അതിനെ കൂടുതൽ അതിന്റെ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും കുറച്ച് സംയമനം പാലിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കമ്മീഷണറെ വിളിച്ച് അതൃപ്തിയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഒരു സെറ്റിൽമെന്റിലേക്ക് എങ്ങനെയായിരിക്കും പോവുക? അത് അതിന്റെ ഇനിഷ്യേറ്റീവ് മാൾഡീവ്സിൽ നിന്ന് തന്നെയാണ് വരേണ്ടത്. നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റ് വരണമെന്ന് പറഞ്ഞാൽ എന്തൊരു കുറ്റമാണ്? അങ്ങനെയൊന്നുമില്ലല്ലോ. കാരണം അതുകൊണ്ട് അവരുടെ ഇനിഷ്യേറ്റീവാണ് ഇരിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും പറയുക, എന്ത് ആക്ഷൻ അദ്ദേഹം എടുക്കും എന്നുള്ളതനുസരിച്ചാണ് നിൽക്കുന്നത്. കാരണം മാൾഡീവ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു അവിഭാജ്യമായ ഒരു ഘടകം. ഒരിക്കലും അവർക്ക് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല ഇന്ത്യയുടെ എതിർപ്പുകളുണ്ടെങ്കിൽ. അതിന് നമ്മൾ തയ്യാറാവുകയുമില്ല. മാൾഡീവ്സിനെ ആവശ്യമാണ്, ശ്രീലങ്ക ആവശ്യമാണ്. അതുപോലെ ശ്രീ നരേന്ദ്രമോദിയുടെ വിഷൻ ഈ ഇന്ത്യൻ ഓഷ്യനിലുള്ള എല്ലാ ഐലൻഡുകളും ചേർത്ത് എത്രയോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ വിദേശികൾ വരാൻ പാടില്ല എന്നതായിരുന്നു നമ്മുടെ നിയമം. ഇപ്പൊ നമ്മൾ വിദേശികളൊക്കെ അവിടെ അനുവദിക്കുകയാണ്. ഒരു കോഓപ്പറേഷൻ വിത്ത് ഈവൻ എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഐലൻഡ്സിനുണ്ടാകുന്ന ഉപയോഗം കൂടെയാണ്, നമുക്ക് മാത്രമായിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ ഒരു പുതിയൊരു കോഓപ്പറേഷന്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ശ്രീ നരേന്ദ്രമോദി തന്നെ ഈ കാലഘട്ടങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിനൊരു സെറ്റ് ബാക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. നമുക്കും നമ്മുടെ താല്പര്യത്തിൽ ശരിയല്ല. അതുകൊണ്ട് ഇതൊരു ആബറേഷനായി കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. യെസ്, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, താങ്കളും ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശന സമയത്ത് താങ്കളും ഉണ്ടായിരുന്നു. അവിടെയുള്ള പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുമായി അദ്ദേഹം ആദരണീയനായ പ്രധാനമന്ത്രി നടത്തിയ ആശയവിനിമയം ഇതെല്ലാം കണ്ടതാണ്. പൊതുവിൽ ഈ ഒരു വിവാദം ലക്ഷദ്വീപിന് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. അന്ന് എന്താണ് അവിടെ സംഭവിച്ചത്? നരേന്ദ്രമോദി ലക്ഷദ്വീപിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. അത് വലിയൊരു തെറ്റായിട്ടാണ് നമ്മുടെ സമീപ രാജ്യമായിട്ടുള്ള മാൽദീവ്സിലെ 3 മന്ത്രിമാർ കണ്ടിരിക്കുന്നത്. ഞാന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ 2 പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തത് ഞാനാണ്. അതോടൊപ്പം അദ്ദേഹം അവിടുത്തെ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായി അദ്ദേഹം ഇന്ററാക്ഷൻ നടത്തിയപ്പോൾ അത് 2 വശത്തേക്കും തർജ്ജമ ചെയ്ത് കൊടുത്തത് ഞാനാണ്. അദ്ദേഹം സത്യത്തിൽ കവറത്തിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ലക്ഷദ്വീപിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: നിങ്ങൾക്കറിയാമല്ലോ, രാജ്യത്ത് നമ്മുടെ ആളുകൾ പലരും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകാറുണ്ട് വിനോദസഞ്ചാരികൾ എന്ന നിലയിൽ. അവരോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ 15 സ്ഥാനങ്ങൾ ദയവ് ചെയ്ത് സന്ദർശിക്കൂ എന്ന്. ഞാനിപ്പോൾ അവരോട് വീണ്ടും പറയുകയാണ്, ഈ വിദേശങ്ങളിലെ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകൾ നിങ്ങൾ സന്ദർശിക്കുന്നതിന് പകരം നിങ്ങൾ ഒരിക്കൽ ലക്ഷദ്വീപിൽ വരൂ. എന്നിട്ട് ഇവിടുത്തെ മനോഹരമായ കടലോരങ്ങൾ കാണൂ.
ഒരിക്കൽ നിങ്ങൾ ഇവിടെ വന്ന് ഈ മനോഹരമായ കടൽ തീരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിദേശ രാജ്യങ്ങളിലെ ഈ കടൽ തീരങ്ങൾ അല്ലെങ്കിൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകൾ കാണാൻ എന്ന കാര്യം നിങ്ങളോട് മറന്നു പോവുക തന്നെ ചെയ്യും എന്ന് അവര് പറഞ്ഞു. അപ്പൊ അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുന്നത് തെറ്റാണെന്ന രീതിയിലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഇത്രയും സൗന്ദര്യമുള്ള അതിമനോഹരമായ കടൽ തീരങ്ങളുള്ള എന്നാൽ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ദ്വീപുകളുണ്ട്. ആ ദ്വീപുകൾ സന്ദർശിക്കൂ, ലക്ഷദ്വീപ് സന്ദർശിക്കുമെന്ന്. അതിനുവേണ്ടി അദ്ദേഹം അഗത്തിയിൽ അദ്ദേഹം 2-ാം തീയതി രാത്രി തങ്ങിയപ്പോൾ 3-ാം തീയതി രാവിലെ എഴുന്നേറ്റ് അഗത്തിയിലെ കടലോരങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുകയും കടലിൽ അദ്ദേഹം ഇറങ്ങുകയും അവിടെ കടലോരത്ത് കസാരയിട്ടിരിക്കുകയും ആ ലഘൂണുകളൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാക്കി ക്യാമറയിൽ പകർത്തി അദ്ദേഹം ലോകത്തിന് കാണാൻ വേണ്ടി, നമ്മുടെ ഭാരതീയർക്ക് കാണാൻ വേണ്ടി അതിൽ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടിയാണ് ആ ലക്ഷദ്വീപിന്റെ കടൽ തീരങ്ങൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ട്. കാരണം കടലിന്റെ അടിത്തട്ടിലെ പാറക്കല്ലുകളും പവിഴങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന അത്രയും തെളിച്ചമുള്ള വെള്ളമാണ്, ലഗൂണാണ്. അത് വളരെ മനോഹരമാണ് എന്ന് മറ്റുള്ളവർക്കൊക്കെ ലോകത്തിന് കാണാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം ലക്ഷദ്വീപിലെ സാധാരണക്കാരനായ ജനങ്ങൾ, കാരണം മത്സ്യപ്രവർത്തനവും അതുപോലെ തന്നെ ടൂറിസവും ഒക്കെയാണ് അവരുടെ ഉപജീവന മാർഗം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, അവർക്ക് ടൂറിസം ഇനത്തിൽ കിട്ടുന്ന വരുമാനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹോം സ്റ്റേ, ചെറിയ റിസോർട്ടുകൾ, ഇതൊക്കെയാണ് അവിടുത്തെ കാര്യമായ ബിസിനസ്. പിന്നെ ട്യൂണ മത്സ്യം, അതിന്റെ വ്യത്യസ്തമായ വിഭവങ്ങൾ, ഇതൊക്കെ അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ, അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാവട്ടെ, ഇന്ത്യയിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് വരട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. അദ്ദേഹം വേറൊരു രാജ്യത്തെയും മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ പോകരുത് എന്ന രീതിയിലല്ല, മറിച്ച് നിങ്ങൾ ഇന്ത്യ കാണൂ, നമ്മുടെ കടൽ തീരങ്ങൾ കാണൂ, ലക്ഷദ്വീപിലെ കടൽ തീരങ്ങൾ കാണൂ എന്ന വളരെ സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. സത്യത്തിൽ മാലിദ്വീപിന് ഒഫൻഡഡ് ആവേണ്ട അല്ലെങ്കിൽ വിഷമം തോന്നേണ്ട ഒരു ആവശ്യമില്ല. മാലിദ്വീപിന് മാത്രമല്ല, മാലിദ്വീപിനെ പോലെ തന്നെ സുന്ദരമായ കടൽ തീരങ്ങളുള്ള രാജ്യമാണ് ശ്രീലങ്ക. അവരൊന്നും പ്രതികരിച്ചില്ലല്ലോ. അപ്പൊ ഇത് അറിയാമല്ലോ, അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ചൈനയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹം ഔട്ട്, ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നത്. അപ്പോൾ ഒരു ചൈനയോട് കൂടുതൽ അടുക്കുകയും ഇന്ത്യയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നയം അവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഉടനെ തന്നെ അവിടുത്തെ 3 മന്ത്രിമാർ ഇത് ഏറ്റുപിടിക്കുന്നു. ഇത്രയൊന്നും ഓവർ റിയാക്ട് ചെയ്യേണ്ടത് ഒരു ഓവർ റിയാക്ഷൻ ആയിപ്പോയി. ആവശ്യമില്ല. കാരണം ഭാരതത്തിലെ തദ്ദേശീയമായ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയും നമ്മളുടെ ആളുകൾക്ക് തന്നെ നമ്മുടെ നാട്ടിലെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പറ്റി അറിവില്ല എന്ന ബോധ്യത്തിൽ നിന്നും അതിനെപ്പറ്റി അറിയിക്കാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത് തികച്ചും സദുദ്ദേശപരമായ ഒരു പ്രസ്താവനയാണ്, ഒരു നീക്കമാണ്. അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. എല്ലാവരും തങ്ങളുടെ രാജ്യത്തെ സാധ്യതകളൊക്കെ സഹായം നൽകുകയല്ലേ ചെയ്യാം. പിന്നെ നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യം തന്നെയാണല്ലോ ഈ സർക്കാരിന്റെ വോക്കൽ ഫോർ ലോക്കൽ, അതായത് പ്രാദേശികമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ അതിനെ കണ്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഓവർ റിയാക്ഷൻ ആയിപ്പോയി. ഏതായാലും അവർക്ക് തന്നെ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത്. അതിനെതിരെ അവര് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗത്തെ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് തീരും, ഈ പ്രശ്നം തീരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാം, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാം. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ടൂറിസമാണ് പ്രകോപനത്തിന് കാരണമെങ്കിൽ ഈ മാലദ്വീപിലെ യുവജന കാര്യ മന്ത്രാലയത്തിലെ 3 ഡെപ്യൂട്ടി മന്ത്രിമാർ എന്താ ചെയ്യേണ്ടത്? മാലദ്വീപ്സിൻ്റെ മനോഹാരിത അത് ഒരിക്കൽ കൂടി ലോകത്തെ കാണിക്കുന്ന രീതിയിൽ എക്സിൽ അവരെ പോസ്റ്റ് ചെയ്യണം, കൂടുതൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നരേന്ദ്രമോദിയെ ക്ലൗൺ എന്ന് വിളിക്കുന്നു, നരേന്ദ്രമോദിയെ ഇസ്രയേലിൻ്റെ കയ്യിലെ കളിപ്പാവ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് ഈ അധിക്ഷേപം, അവഹേളനം മാറണമെങ്കിൽ തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മറ്റ് കാരണങ്ങൾ കൂടി അതിന് പിറകിലുണ്ടാവില്ലേ? ഈ ഞാൻ നേരത്തെ ഡോക്ടർ ടി പി ശ്രീനിവാസനോട് ഞാൻ ചോദിച്ചു,
ഈ ഈ നരേന്ദ്രമോദി വിശ്രമിക്കുന്ന ചിത്രങ്ങൾ, കടൽ തീരത്ത് കാറ്റുകൊള്ളുന്ന ആ ചിത്രങ്ങൾ കണ്ട് മാത്രം പ്രകോപിതമാവേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അതാണ് അതിന്റെ വസ്തുത. അവിടെ എന്തോ ചില പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നുണ്ട് കുറച്ചു കാലമായിട്ട്. അത് പക്ഷെ ശരിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല, ദോഷകരമായിരിക്കും. അവർക്ക് ആശ്രയിക്കാവുന്ന, വിശ്വസിക്കാവുന്ന രാജ്യം ഭാരതം തന്നെയാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ബോധ്യമാവേണ്ടതായിരുന്നു, ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിശ്വസിച്ചതും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചൈന ഈ എന്താ പറയുക, തെക്കനേഷ്യയിലെ കടലുകളിലും തെക്കനേഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ ചെറിയ തോതിൽ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അമിതമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കുറെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്നുണ്ട്. ശ്രീലങ്കയിൽ അവരുടെ സാമ്പത്തികമായി ഇടപെടുകയും പല വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും അവസാനം ശ്രീലങ്ക ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. നേപ്പാൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പതുക്കെ ചൈനയിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. ഭൂട്ടാനിന്റെ പ്രദേശങ്ങൾ ചൈന കയ്യേറി എന്ന് ഇന്നലെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ ചൈന ഒരു ശരിയല്ലാത്ത രീതിയിൽ കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രവർത്തനം ഒരുപക്ഷെ മാലിദ്വീപിലും എത്തിയിട്ടുണ്ടാവും. മാലിദ്വീപിലും അവർ പലരെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് സംഭവിച്ചത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെതായ ചില ലക്ഷണങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിലും അത് ദൃശ്യമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം താല്പര്യം തന്നെയാണ് നമുക്ക് മുഖ്യം. അവരെ അങ്ങനെയാണെങ്കിൽ ശരി, അങ്ങനെ. അതല്ല, അവർ ശരിയായ വഴിയിലാണ്, നമ്മളുമായി സഹകരിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ പോവാം എന്നതാണ് നമ്മുടെ നയം എന്നാണ് നമ്മുടെ പ്രതികരണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. യെസ്, ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ താങ്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ടി.പി. ശ്രീനിവാസൻ ഇല്ല, അദ്ദേഹം കട്ടായിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആറ്റബി എന്തായാലും ലക്ഷദ്വീപിന് അനുഗ്രഹമായിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി താങ്കളെപ്പോലുള്ളവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയം അല്ലേ, ലക്ഷദ്വീപിൻ്റെ വികസനം, പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയിലുള്ള ലക്ഷദ്വീപിൻ്റെ വികസനം, അതിലൊരു കുതിപ്പുണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തായാലും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ സന്ദർശനം കൊണ്ട് ഈ ഒരു വിവാദം ഉണ്ടാവുന്നു. ആ വിവാദത്തിലൂടെ ഇനി ഭാരതീയർ തന്നെ കൂടുതലായി ലക്ഷദ്വീപിലേക്ക് എത്താൻ പോവുകയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യ വികസനം അത് അനിവാര്യമാണ് അല്ലേ? ഒരു നിമിത്തം എന്നോണം ഈ വിവാദം തീർച്ചയായും അല്ലെ, ഒരു നിമിത്തം എന്നോണം ഈ വിവാദം വിനോദസഞ്ചാര മേഖലയിലെ കുതിപ്പിന് അതിനെ പ്രേരകമാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും ഒരുപാട് വൈകിയ വേളയിലാണെങ്കിലും ലക്ഷദ്വീപിലെ യുവാക്കൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഒരു ടൂറിസം ഹബ്ബായിട്ട് മാറണം എന്നുള്ളത്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഇത്രത്തോളം വലിയൊരു രീതിയിൽ ഇത്രയും കുറഞ്ഞൊരു സമയം കൊണ്ട് പ്രചാരം കിട്ടുമെന്ന് ഞങ്ങൾ ആരും ചിന്തിച്ചില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചലനം ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം സസൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി മാത്രമല്ല ലക്ഷദ്വീപിലെ ബംഗാരം എന്ന ദ്വീപിൽ വന്ന് കുളിച്ച് അവിടെ സുഖവാസം നടത്തിയിട്ട് പോകുന്ന പ്രധാനമന്ത്രി, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. ഇതിനു മുൻപും ഒരുപാട് പ്രധാനമന്ത്രിമാരും ഒരുപാട് മന്ത്രിമാരും വന്ന് കടലിൽ കുളിച്ചിട്ട് പോയ സ്ഥലമാണ് ബംഗാരം ദ്വീപ്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ഒരു ഹൈപ്പിലേക്ക് ലക്ഷദ്വീപ് ഇന്ന് എത്തിയെങ്കിൽ ഈ പ്രധാനമന്ത്രി പോസ്റ്റ് ചെയ്ത വീഡിയോകളും ഫോട്ടോസും കൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ലക്ഷദ്വീപ് എന്നുള്ള പേര് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്നു വന്നെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വ്യക്തിപ്രഭാവം, ലോകരാഷ്ട്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ചലനം എത്രത്തോളം വീക്ഷിക്കുന്നു എന്നതിനും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. ഈ ഗവൺമെൻറ് വന്നതിൽ പിന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രതിജ്ഞയാണ് ഒരു വരിയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ആളിൽ വരെ വികസനം എത്തണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തിൽ, ഇന്ത്യയിൽ നിൽക്കുന്ന ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. വികസനം എന്നത് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യം മുതൽ വികസനം തുടങ്ങേണ്ട ഒരു സ്ഥലമാണ്. ഒന്നിൽ നിന്നല്ല, പൂജ്യത്തിൽ നിന്ന് വികസനം തുടങ്ങേണ്ട ഒരു സ്ഥലമാണ്. ഒരു ടൂറിസം മേഖല വികസിക്കണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിക്കേഷൻ, കണക്ടിവിറ്റി,
ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം വർദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യങ്ങളാണ്. ടൂറിസം നല്ല രീതിയിൽ ടൂറിസം നടന്നു പോകണമെങ്കിൽ ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഈ ഗവൺമെൻറ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നതിൽ പിന്നെയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതി, ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ പദ്ധതി 1944 കിലോമീറ്ററുകൾ കൊച്ചിയിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല വഴി 1075 കോടി ചെലവാക്കിയാണ് ലക്ഷദ്വീപിലെ 60,000 പേര് അടങ്ങുന്ന ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ആ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ വെച്ച പ്രപ്പോസലായിരുന്നു. അന്ന് 50,000 പേർക്ക് 500 കോടി, അന്നത്തെ പദ്ധതിയുടെ കോസ്റ്റ് 500 കോടിയായിരുന്നു. ആ 500 കോടി മുടക്കാനില്ല എന്നും പറഞ്ഞ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അത് പരാജയപ്പെട്ട് മാറ്റിവെച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പ്രഖ്യാപിക്കുകയും ഇന്ന് ആ പദ്ധതി, ആ സ്വപ്നം ലക്ഷദ്വീപ് ജനങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിച്ച് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോഴും ഇനിയും വരാനുണ്ട്. എല്ലാവരും അവഗണിച്ച്, ഇത്രയും കാലം ഭരിച്ചവരെല്ലാം അവഗണിച്ച വടക്കൻ ദ്വീപുകളിലെ പ്രധാനമന്ത്രി കവരത്തിയിലെ അദ്ദേഹത്തിലെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞതാണ് കിൽത്താൻ ചെത്ലത്ത് ബിത്ര, ഈ മേഖലയിലെ തുറമുഖ വികസനം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു വിഷയം തന്നെയാണ്. ഇപ്പം ഈ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ ദ്വീപുകളുടെ സാഹസിക ടൂറിസം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ, അഡ്വഞ്ചർ ടൂറിസം എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്നാണ്. അല്ലാതെ മറ്റുള്ള ദ്വീപുകളിൽ നിങ്ങൾ പോകരുതെന്ന്, ലോകത്തിലുള്ള മാൽഡീവ്സ് പോലെ, മൗറീഷ്യസ് പോലെ, ഇന്തോനേഷ്യ പോലത്തെ ദ്വീപുകളിൽ നിങ്ങൾ പോകരുതെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ലക്ഷദ്വീപ് നിങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയും ടൂറിസം, ഇത്രയും മനോഹരമായിട്ടുള്ള ബീച്ചുകളും ഇത്രയും മനോഹരമായിട്ടുള്ള കടലും നിങ്ങൾ ഒഴിവാക്കരുതെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഇത്രയും പ്രകോപിതരായിട്ട് മാൽഡീവ്സിലെ മന്ത്രിമാർ പ്രതികരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ ആ പ്രതികരണം വന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയും ചിത്രങ്ങളും അവർ കണ്ടതുകൊണ്ട് തന്നെയാണെന്നാണ് ഞാനിവിടെ പറയുന്ന കാര്യം. അവർക്ക് മനസ്സിലായി മാൽഡീവ്സിലെ ടൂറിസം തകർക്കാൻ മാത്രം ഭീഷണി ഉള്ള ഒരു ഭൂപ്രകൃതി ലക്ഷദ്വീപിനുണ്ട്. ഇന്ന് വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു സർക്കാരിനും ആ ഭൂപ്രകൃതി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അത് തിരിച്ചറിഞ്ഞത് മോദിജി നയിക്കുന്ന BJP സർക്കാരാണ്. ലക്ഷദ്വീപിലെ എല്ലാ മേഖലയിലും വികസനത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ഗവൺമെൻറ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആകെ ലക്ഷദ്വീപിൽ പോയവർക്കറിയാം, അവിടുത്തെ ഭൂപ്രകൃതി അറിഞ്ഞവർക്കറിയാം. ടൂറിസം അല്ലാതെ മറ്റൊരു മേഖലയ്ക്കും ലക്ഷദ്വീപിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഈ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സ്വപ്നം തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് പാലിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല, അഡ്വക്കേറ്റ് ആർ.ടി.പി, ഒരു കാര്യം കൂടി. പക്ഷേ ഈ ടൂറിസം മേഖലയിലുള്ള വികസനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന വലിയൊരു വിഭാഗവും ദ്വീപിലില്ലേ? ഒരിക്കലുമില്ല. ടൂറിസം വരുന്നതിന് ആരും അവിടെ എതിർക്കുന്നില്ല. അവിടെ എതിർപ്പ് വരുന്ന കാര്യം, അത് ഞാൻ തുറന്നു പറയാം, അവിടെ ഭൂമി അക്വയർ ചെയ്യുന്ന കാര്യത്തിലാണ് പ്രശ്നം. ആർക്കും അവരുടെ ഭൂമി വിട്ടുകൊടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള എതിർപ്പുമില്ല. പക്ഷേ മതിയായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരിക്കലും വികസനത്തിനെതിരല്ല, ആരും പുറംതിരിഞ്ഞ് നിൽക്കുകയുമില്ല. മതിയായ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അവർ സന്തോഷത്തോടെ ഈ വികസനങ്ങൾക്ക് ഒപ്പം നിൽക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ വികസനത്തിന് ഒരു രീതിയിലും ലക്ഷദ്വീപിലെ ആൾക്കാർ എതിർപ്പല്ല. ഇതിൽ ബൃഹത്തായിട്ടുള്ള ഈ ടൂറിസം പദ്ധതി വരുന്നതിനോടൊപ്പം തന്നെ ലോക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യവും ലക്ഷദ്വീപിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് ആ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിന് മുമ്പിലേക്ക് ഞാൻ അറിയിക്കുന്ന ഒരു കാര്യമാണ്. ലോക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതും ഭൂമി ഏറ്റെടുക്കുമ്പോൾ മതിയായിട്ടുള്ള കോമ്പൻസേഷൻ തരണം എന്നുള്ളതും മാത്രമാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഈ സർക്കാരിന് മുമ്പിലേക്ക് വയ്ക്കുന്ന രണ്ട് ആവശ്യങ്ങൾ. യെസ്, പ്രൊഫസർ ജോസൂട്ടി, ഈ വിവാദത്തെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഒരു വിദേശകാര്യ വിദഗ്ധൻ എന്ന നിലയിൽ ഈ പെട്ടെന്ന് പ്രകോപനമുണ്ടാവാൻ, മാലിദ്വീപിലെ 3 ഡെപ്യൂട്ടി മന്ത്രിമാർക്ക് പ്രകോപനമുണ്ടാകാൻ എന്തായിരിക്കാം കാരണം? മോദി അവിടെ ബീച്ചിന് സമീപം കസേരയിട്ട് ഇരുന്നത് മാത്രമാണോ? ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതിന് പിന്നിൽ ആരുടെങ്കിലും കുത്തിത്തിരിപ്പുണ്ടോ? എന്തായിരിക്കും താങ്കളുടെ വീക്ഷണത്തിൽ ഈ ഒരു വിവാദത്തിൻ്റെ ആധാരം, അടിസ്ഥാനം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ
ഇന്ന് ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള ബന്ധത്തിലുള്ള ചില അസാരസ്യങ്ങൾ പല കാരണങ്ങളാലാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം മാലദ്വീപിലെ തന്നെ ആഭ്യന്തര രാഷ്ട്രീയം. നമുക്കറിയാവുന്നതുപോലെ മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ 2-3 പാർട്ടികളുണ്ട് അവിടെ. ആ പാർട്ടികൾക്ക് വ്യത്യസ്തമായ നിലപാടുകളാണുള്ളത്. അതിൽ ചില പാർട്ടികൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ മറ്റു ചില പാർട്ടികൾ, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് മൊയ്സും ഒക്കെ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ഗ്രൂപ്പ് പാർട്ടി ഇന്ത്യ വിരുദ്ധ നിലപാടാണ് ഇലക്ഷനിലും അതിനു മുൻപും എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മേൽക്കൈ നേടുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇന്ത്യ അനുകൂല രാഷ്ട്രീയ പാർട്ടികളെയും മറ്റൊരു വിഭാഗം ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ അതിൽ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിലെ ഒരു പ്രധാന കാരണം. ഇപ്പം ഈ 3 മന്ത്രിമാർ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെ അവർക്കവിടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് പൊളിറ്റിക്കൽ സ്കോറിംഗ് നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണാവുന്നത് ചൈന ഫാക്ടറാണ്. പലരും സൂചിപ്പിച്ച് കാണും. ചൈന എന്ന് പറയുന്ന രാജ്യം അവിടെ അവർക്ക് വളരെയധികം താല്പര്യങ്ങളുണ്ട്. അവിടെ ചൈനയ്ക്ക് ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. ഐലൻഡുകൾ വാടകയ്ക്ക് എടുത്ത് ലീസിനെടുത്ത് അവിടെ പല സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട്. സമുദ്രതല അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഒരുപാട് സർവേകൾ യഥേഷ്ടം നടത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ആ പ്രദേശത്തെ ചൈനയുടെ സ്വാധീനത്തിൽ കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ ഓഷനിൽ തങ്ങൾക്ക് ശക്തമായൊരു സ്വാധീനം ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു പ്രദേശമായിട്ടാണ് മാലദ്വീപ്സിനെ അവർ കാണുന്നത്. മാലദ്വീപ്സിൽ നമുക്കറിയാവുന്നതുപോലെ 1200-ൽ പരം ഐലൻഡുകളുണ്ട്. അതിൽ 10-200 ഐലൻഡുകൾ മാത്രമേ ജനവാസമുണ്ട് എന്ന് പറയുവാനുള്ളൂ. ബാക്കി ജനവാസമില്ലാത്ത പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ മറ്റു പല സൗകര്യങ്ങൾക്കും സൈനികമായ ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു പ്രദേശമാണ്. ഇന്ത്യൻ ഓഷനിലെ വ്യാപാരത്തെയും അതുപോലെ ഇന്ത്യൻ ഓഷൻ ആര് ഭരിക്കണം, അല്ല ആർക്കാണ് അവിടെ സ്വാധീനമുണ്ടാകുക, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാലദ്വീപ് വളരെ പ്രാധാന്യം ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ ചൈന ഫാക്ടർ മാലദ്വീപ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാർഗെയിനിങ് ആണ്. എന്നുകണ്ട് ഇന്ത്യയുമായി പൂർണ്ണമായി ബന്ധം വിച്ഛേദിക്കുവാൻ അവർക്ക് സാധ്യമല്ല. പക്ഷേ ചൈനയെ വെച്ചുകൊണ്ട് ഇന്ത്യയുമായി പല കാര്യങ്ങളിലും വിലപേശാനുള്ള ഒരു പ്രവണത മാലദ്വീപ്സ് കുറച്ച് കൂടുതലായി ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ചൈനയും ഒരു പരിധിവരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ സൂചിപ്പിച്ചത് മനസ്സിലാക്കിയതുപോലെ അവിടെ ഒരു പുതിയ പ്രധാന ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം വരുന്ന രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി ചൈനയിലേക്കൊരു സന്ദർശനം നടത്തിയിരിക്കുകയാണ്. അതിനു മുമ്പ് ടർക്കിയിലേക്ക് നടത്തി. അപ്പോൾ അത് അവരുടെ ചില ബാർഗെയിനിങ് പോയിന്റ് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിനപ്പുറത്ത് ശ്രീലങ്കയിലും ഇതുപോലെയുള്ള ഒരു താല്പര്യം ചൈനയോട് അവർ കാണിച്ചിരുന്നു. അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇവിടെ ഇപ്പം ഇദ്ദേഹം ഇത് കാണിക്കുന്നു. അപ്പോൾ ചൈനയെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനപ്പുറത്ത് തന്നെ ചിലപ്പോൾ ചൈനയോട് കൂടുതലായി എടുക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അവർ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബാലൻസിങ് അത് ചൈനയ്ക്ക് ആവശ്യമാണ്. കാരണം സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയിലൊരു സ്വാധീന മേഖലയായി ഈ രാജ്യങ്ങൾ നിൽക്കുന്നതിന് മറികടക്കുവാൻ വേണ്ടിയിട്ട് ചൈന പല രീതിയിലുള്ള പദ്ധതികളും പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മളതിനെ സ്ട്രിങ് ഓഫ് പേൾസ് അല്ലെങ്കിൽ മുത്തുമാല തന്ത്രം എന്നൊക്കെ പറയുന്നു. പോർട്ടുകളിലൂടെയും മറ്റ് സബ്മറൈൻസിലൂടെയും ഹൈഡ്രോളിക് സർവേകളിലൂടെയും ഒക്കെ ആ പ്രദേശത്ത് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ചൈന ശ്രമിക്കുന്നു. അതിന് മാലദ്വീപ് വലിയ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തൊട്ടടുത്താണ് അതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തൊരു സ്വാധീനം ഉണ്ടാകുക, ഒരു പോർട്ട് ഉണ്ടാക്കുക, ഒരു സൈനിക സൗകര്യം ചൈനയ്ക്ക് ഉണ്ടാകുക. ആ അർത്ഥത്തിൽ ചൈന വേണമെങ്കിൽ കൈവിട്ട് കുറച്ച് സഹായങ്ങൾ മാലദ്വീപിന് ചെയ്യുവാൻ തയ്യാറാണ്. അത് മാലദ്വീപിനും അറിയാം അങ്ങനെ ഒരു ചൈനയുടെ സ്വാധീനം അവിടെ ഉണ്ടാകുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കുറേയധികം ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ പിന്നിലുണ്ടാകാം. അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിക് റീസൺ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തോടും അവിടെ ചില വിഭാഗങ്ങൾക്ക് ആശയപരമായിട്ടുള്ള ചില വിയോജിപ്പുകളുണ്ട്. ഞാനത് ഉദ്ദേശിക്കുന്നത്,
നമ്മുടെ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. അപ്പം BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം മാൽദീവ്സിലുണ്ട്. അപ്പോൾ അവർക്ക് ഉള്ള പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസും ഐഡിയോളജിക്കലായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത സമയത്ത് വായിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്, മാൽദീവ്സിൽ റാഡിക്കൽ ഇസ്ലാമിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നുണ്ട്. ആ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ ശക്തമാണ്. പാകിസ്ഥാനുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, ടർക്കിയുമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു സ്വാധീനം അവിടെ ഉണ്ട്. അവരുടെ സ്വാധീനത്തിൽപ്പെട്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുവാൻ മാൽദീവ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ ഭരണ സംവിധാനത്തോട് ആശയപരമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങളാൽ ആണ് പ്രധാനമായും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇന്ത്യയും മാലദ്വീപിലും തമ്മിലുള്ള പ്രശ്നം ഇത്ര രൂക്ഷമാകുവാനുള്ളൊരു കാരണം. അതിന് നിലവിൽ വന്ന ഭരണാധികാരി അവർ തിരഞ്ഞെടുക്കപ്പെട്ടത് അത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടാണ്. അവരുടെ ഒരു മുദ്രാവാക്യം തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നവരുടെ ഇന്ത്യ ഫസ്റ്റ് പോളിസിയായിരുന്നു. എല്ലാ പരിഗണനയും ആദ്യം ഇന്ത്യക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം, ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഭരണത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇവരുടെ ഉദ്ദേശം ഇന്ത്യ ഔട്ട് എന്നുള്ളതാണ്. അപ്പം ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ, സൗത്ത് ഏഷ്യയിലെ ചൈനയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനോട് ചൈന ഒരു വലിയ സ്വാധീനമാകുവാൻ ശ്രമിക്കുന്നത്, അതിനെ തടയിടുവാൻ ഇന്ത്യ നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ ഒക്കെ, പിന്നെ അവിടുത്തെ ആശയപരമായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തെ സമവാക്യങ്ങൾ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോടുള്ള അവർക്കുള്ള ചില റാഡിക്കൽ ഇസ്ലാമിൽ ബേസ് ചെയ്തിട്ടുള്ള എതിർപ്പുകൾ, ഇതൊക്കെ ഈ ബന്ധത്തിൽ നിഴലിക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അല്ല, പ്രൊഫസർ ജോസൂട്ടി, ഇന്ത്യ ഔട്ട് എന്ന ഒരു പോളിസിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇന്ത്യയെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് മാൽദീവ്സ്. ഇപ്പം നോക്കൂ, നമ്മുടെ ജനൻ TV ഈ ഓഫീസിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് മാൽദീവിൽ നിന്നുള്ള ദ്വീപുകളിൽ നിന്നുള്ള ഒരുപാട് പേർ ഇവിടെ ചുറ്റുവട്ടത്തും താമസിക്കുന്നുണ്ട്. അവർ പ്രധാനമായും വരുന്നത് അവരുടെ ഈ ഹെൽത്ത് ഇഷ്യൂസ്, ഇവിടെ ഹോസ്പിറ്റലിൽ പ്രധാനമായും കിംസിൽ വരുന്നുണ്ട്, ഇവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ബിസിനസ് നടത്തുന്ന കുറേ ആളുകൾ ഉണ്ട്. ഇതിനെയെല്ലാം അഥവാ ഈ ഒരു വിഷയം ഇത് കുറേ കൂടി വളരെ ഗൗരവതരമായിട്ട് മാറുകയാണെങ്കിൽ, ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറുകയാണെങ്കിൽ അതിനെല്ലാം ഇത് എഫക്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയെ പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ട് എങ്ങനെ മാൽദ്വീപ് പോലുള്ള ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ പൂർണ്ണമായും അങ്ങോട്ടേക്കുള്ള വിനോദസഞ്ചാരികളുടെ, ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇല്ലാതായിരിക്കുകയാണ്. അവർ ക്യാൻസലേഷൻ തന്നെയാണ്. മാത്രമല്ല സെലിബ്രിറ്റീസ് അടക്കം, നമുക്കറിയാം ഹിന്ദി സിനിമയിലുള്ള പ്രശസ്തരായിട്ടുള്ള താരങ്ങളെല്ലാം അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല മിക്കവാറും ഇന്ത്യൻ സിനിമകളുടെ ചിത്രീകരണം എല്ലാം നടക്കുന്നത് ഈ ദ്വീപുകളിൽ വെച്ചാണ്, മാൽദീവ്സിൽ വെച്ചാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള റവന്യൂ നഷ്ടം അവർക്ക് സംഭവിക്കും. അങ്ങനെ ഈ ഒരു പോളിസി, ചൈന മാത്രം മതി ഞങ്ങൾക്ക്, ഇന്ത്യ വേണ്ട, അങ്ങനെ ഒരു പോളിസിയായിട്ട് ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും അത് പ്രായോഗികമായൊരു നയമല്ല. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് മാൽദീവ്സിന് നിലനിൽക്കുവാൻ നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം പരിമിതികളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം തന്നെ അവിടെ ഉള്ള ഡോക്ടേഴ്സിൻ്റെ, അവിടുത്തെ ആരോഗ്യ രംഗത്തെ 4/1 ഡോക്ടേഴ്സും മറ്റ് സംവിധാനങ്ങളും ഇന്ത്യയെ ആശ്രയിച്ചാണ്, മരുന്നുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ നല്ലൊരു ശതമാനം ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ് നല്ലൊരു ശതമാനം. മറ്റു പല അടിയന്തര സാഹചര്യങ്ങൾ വന്നാലും ആദ്യം ആശ്രയിക്കേണ്ടത് ഇന്ത്യയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ ഇന്ത്യൻ വംശജരാണ്. നമ്മളതിൻ്റെ ഒരു ജീനിയോളജി പരിശോധിച്ചാൽ അവർ ഇന്ത്യൻ വംശജരായിട്ടുള്ള, ഇന്ത്യൻ സംസ്കാരത്തോട് ഒരു കാലത്ത് വളരെയധികം ചേർന്ന് നിന്നവരാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് നിന്നുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ടോ സാംസ്കാരികമായിട്ടോ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. തന്ത്രപരമായും അവർ പൂർണ്ണമായും ചൈനയുടെ ബാസ്ക്കറ്റിൽ എല്ലാ എക്സും എല്ലാം ചൈനയുമായി അങ്ങ് ചേർന്ന് നിൽക്കുക, ഇന്ത്യയെ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രായോഗികമായൊരു നയമല്ല. കാരണം ആ പ്രദേശം ഇന്ത്യയുടെയും അമേരിക്കയുടെയും അതുപോലെ മറ്റ് രാജ്യങ്ങൾക്കൊക്കെ
വളരെ പ്രാധാന്യമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് അവർ ഈ പറയുന്ന വാദം ചില കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാർഗെയിനിങ് ചിപ്പായി ഉപയോഗിക്കാം. അതിന് ചിലപ്പം ചൈനയുടെ വഴിവിട്ട ചില സഹായങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അതിനപ്പുറത്ത് അവർക്ക് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു നയത്തിന് ഒരിക്കലും സാധ്യമല്ല. 1988 അവിടെ ഒരു കൊട്ടാര വിപ്ലവം ഏതാനും ചില തീവ്രവാദ സംഘങ്ങളുടെ സഹായത്തോട് നടന്നപ്പോൾ ഇന്ത്യയാണ് ആ സഹായം അവിടെ ഏറ്റവും ആദ്യം എത്തിക്കാൻ ഇന്ത്യക്കാണ് കഴിഞ്ഞത്. അതെ. അതുപോലെ സുനാമി 2004 വന്നപ്പോൾ ഇന്ത്യയുടെ സൈന്യവും നാവികസേനയുമൊക്കെയാണ് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുത്തത്. പിന്നെ അവിടെ 2014 ഒരു വലിയ ദൗർലഭ്യമുണ്ടായി. അവിടുത്തെ വാട്ടർ സിസ്റ്റമൊക്കെ തകരാറിലായി. അങ്ങനെ അനവധിയായ കാര്യങ്ങളിൽ നിരന്തരമായി ഇന്ത്യയെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ്. അപ്പോൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായി എടുക്കുന്ന ചില നിലപാടുകൾക്കപ്പുറത്ത് ഇന്ത്യയെ പൂർണ്ണമായി അവർക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ പുതിയ ഭരണാധികാരി വന്നപ്പോൾ മൊയ്സു അധികാരത്തിൽ ആദ്യം കണ്ടത് ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ പറയുമെന്നാണ്. ഇന്ത്യൻ സൈനികർ അവിടെ നിൽക്കുന്നത് ഏതെങ്കിലും സൈനികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അവിടെ അടിയന്തരമായ സാഹചര്യങ്ങൾ ഉണ്ടായാൽ മെഡിക്കൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സർവേകൾ നടത്തുന്നതിന് ഇന്ത്യ കൊടുത്തിട്ടുള്ള വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ ഇവ പ്രവർത്തിപ്പിക്കുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടാണ് മാലദ്വീപ്സിൽ ഇന്ത്യക്കാർ അവിടെ ഉള്ളത്. അപ്പോൾ ഇന്ത്യക്കാരെ ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് സാമ്പത്തികമായും അതുപോലെ മറ്റ് മേഖലയിലൊക്കെ തീർത്തും ആത്മഹത്യാപരമായിരിക്കും. ഇവിടെ വന്ന് താമസിക്കുന്നവർ വെറും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി മാത്രം വരികയല്ല, അവരുടെ വീടുകൾ അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ളവർ അവരുടെ വീട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് 10 മടങ്ങ് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ വന്ന് ചെറിയ ചെലവിൽ തിരുവനന്തപുരത്തെയും സമീപത്തെയൊക്കെ ലോഡ്ജുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്നവരാണ്. അപ്പം ആ ജനത നമ്മുടെ രാജ്യത്തെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് ചൈനയിൽ പോയി അവിടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാനൊന്നും പ്രായോഗികമായി നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ പല ആവശ്യങ്ങൾക്ക് നമ്മളെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന്, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യത്തിന് വളരെ തന്ത്രപരമായ പ്രാധാന്യം ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രദേശത്ത് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് കുറേയെല്ലാം ആത്മഹത്യാപരമായിരിക്കും. അത് ഒരു പരിധിവരെയൊക്കെ ഇവർ ഒരു ബാർഗെയിനിങ്, ഒരു ഇന്ത്യയും ചൈനയും തമ്മിൽ അടുപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിലെ സമവാക്യങ്ങളുടെ ഭാഗമായി അവർ ഇന്ത്യ അമേരിക്കയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സഹകരണത്തിനപ്പുറത്തിനൊരു എതിർചേരിയിൽ നിൽക്കാനുള്ളൊരു താല്പര്യം, ആ താല്പര്യത്തിൻ്റെ ബേസിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കാം. ഇതൊക്കെ ആയിരിക്കാം അവരെ മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ അത് തീർത്തും അപ്രായോഗികമായൊരു നയമാണ്. അത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും മറ്റ് വക്താക്കളും ഒക്കെ കൃത്യമായിട്ട് ഇന്നത് അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അവിടുത്തെ പാർട്ടികൾ തന്നെ, പ്രതിപക്ഷ പാർട്ടികൾ തന്നെ അത്തരത്തിലുള്ളൊരു നയവുമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമല്ല. ഇന്ത്യ മാലദ്വീപിൻ്റെ സുരക്ഷയ്ക്കും പുരോഗതിക്കും അനിവാര്യമായിട്ടുള്ള ഒരു സുഹൃത്താണ്, അയൽരാജ്യമാണ് എന്ന സന്ദേശം വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യവും. അഡ്വക്കേറ്റ് ആറ്റബി, ഈ ഒരു കോൺട്രവേഴ്സിയുടെ ബെനിഫിഷ്യറി ശരിക്കും ആരാണ്? ലക്ഷദ്വീപ് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? അഡ്വക്കേറ്റ് ആറ്റബി പറയാൻ പോകുന്നതും അത് തന്നെയാണ്. അഡ്വക്കേറ്റ് ആറ്റബി, നമുക്കറിയാം സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു 1-2 വർഷം മുമ്പ് വളരെ സജീവമായി ഇവിടെ പ്രതികരിച്ച ചില സെലിബ്രിറ്റികൾ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ലക്ഷദ്വീപിന് എതിരെയുള്ള ഒരു മൂവ് വരുമ്പോൾ അവരെ ഒന്നും മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല. ആരും ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ലക്ഷദ്വീപ് സമര നായിക അഡ്വക്കേറ്റ് ആറ്റബിയുടെ സുഹൃത്തു കൂടിയാണ്. അവർ പോലും ഒരക്ഷരം മിണ്ടുന്നില്ല ഈ വിഷയത്തിൽ. അപ്പോൾ ലക്ഷദ്വീപ് വികസിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ലക്ഷദ്വീപ് ടൂറിസം കൂടുതൽ കുതിപ്പിലേക്ക് പോകുന്നതിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലായി. അവരൊക്കെ ചില വ്യക്തിഗത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അജണ്ടകൾ മുൻനിർത്തി മാത്രമായിരുന്നു അന്ന് സമരവുമായി മുന്നോട്ട് പോയത് എന്നുകൂടി തെളിയാൻ ഈ ഒരു കോൺട്രവേഴ്സി, വിവാദം അതിന് നിദാനമായില്ലേ? എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാര്, നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട്
മറ്റൊരു രാജ്യത്തിലുള്ള മന്ത്രിമാര് വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചിട്ടും എന്തുകൊണ്ട് ഈ പ്രതികരിച്ച മാൽഡീവ്സുകാർക്ക് അറിയില്ലായിരിക്കും ലക്ഷദ്വീപിൽ താമസിക്കുന്നത് 99 അല്ല 100% മുസ്ലിംസ് ആണെന്ന്. എന്നിട്ടും അവര് ആന്റി മുസ്ലിം എന്നുള്ള രീതിയിൽ അവരുപയോഗിച്ച പദപ്രയോഗങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ചിത്രീകരിച്ചപ്പോഴും ഈ സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരൊന്നും ഇപ്പോൾ എന്തുകൊണ്ട് മിണ്ടുന്നില്ല? അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് അനുമാനിച്ചെടുക്കണം. അല്ലായിരുന്നുവെങ്കിൽ, മറിച്ചായിരുന്നുവെങ്കിൽ, സേവ് ലക്ഷദ്വീപാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലക്ഷദ്വീപിന് ഇത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം ലോകം മുഴുവൻ ലക്ഷദ്വീപിനെ ഇപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കത് ഇങ്ങനെ ഒരു പരാമർശം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇവരാരും ഒരു അക്ഷരം പോലും അതിനെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ സന്ദർശനം നടത്തിയതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പരാമർശം വന്നതിനെ അപലപിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ആദ്യത്തെ പ്രാവശ്യമാണ് ഒരു പ്രധാനമന്ത്രി 2 പ്രാവശ്യം ലക്ഷദ്വീപ് സന്ദർശിക്കുന്നത്. അത് ഈ ഗവൺമെന്റും മോദിജിയും എത്രത്തോളം ലക്ഷദ്വീപിന് പരിഗണന നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രി 2 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി സന്ദർശിച്ചത് ഓക്കിയുടെ വേളയിലാണ്. അന്ന് ലക്ഷദ്വീപിലെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അവരെ ആശ്വസിപ്പിച്ച ഒരേ ഒരു പ്രധാനമന്ത്രിയാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുമ്പോൾ എവിടെയാണ് ഈ സേവ് ലക്ഷദ്വീപും കൊണ്ടുവന്ന ആൾക്കാരെന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കണം. അവരെന്തുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ നാട് സന്ദർശിച്ചത് കൊണ്ട് പ്രധാനമന്ത്രി ഇത്രമാത്രം വിമർശിച്ച മാൽഡീവ്സിനെതിരെ അവരുടെ മന്ത്രിമാർക്കെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ അവർ മുന്നോട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ വികസനം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്, വികസനമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ രാഷ്ട്രീയത്തിനും അതീതമായിട്ട് ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ, ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ ഇത്? ഇതിൻ്റെ എല്ലാം ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇതിനെല്ലാം ബെനിഫിറ്റ് കിട്ടുന്ന ലക്ഷദ്വീപുകാർക്ക് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഇത്രയും ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് ഇന്ത്യക്കാർ തന്നെ, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ അറിയുന്നത് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടിയാണ്. അതുവരെ ഇത്രയും ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാർക്ക് പോലും അറിയില്ലായിരുന്നു. ഈവൻ ഈ കേരളത്തിലുള്ള പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പം സേവ് ലക്ഷദ്വീപിൻ്റെ ക്യാമ്പയിനോട് ബന്ധപ്പെട്ട് കേരളക്കാർ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ലക്ഷദ്വീപുകാർക്ക് കൊടുത്തതാണ്. എന്തുകൊണ്ട് ഈ സമയത്ത് അത് തരുന്നില്ല? അപ്പം അവർ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയാണ് അവർ അന്ന് പ്രവർത്തിച്ചതും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനും അവരുടെ രാഷ്ട്രീയ ഉന്നമനത്തിനും വേണ്ടി മാത്രമാണ് അവർ പ്രതികരിച്ചതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ അനുമാനിച്ചെടുക്കേണ്ടത്. അഡ്വക്കേറ്റ് ആറ്റബി, സ്വാഭാവികമായും ലക്ഷദ്വീപ് കാണാൻ ഇനി സഞ്ചാരികളുടെ വലിയ ഒഴുക്കുണ്ടാവും, വലിയ തിരക്ക് ഉണ്ടാവും. പക്ഷേ സഞ്ചാരികൾ അങ്ങനെ ഒഴുകിയെത്തുകയാണെങ്കിൽ അവരെയൊക്കെ അക്കമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ദ്വീപിലുണ്ടോ? ഏതൊക്കെ തലത്തിലേക്ക് ഇനി വികസനം മുന്നോട്ട് പോകേണ്ടതുണ്ട്? ഒരു ലക്ഷദ്വീപുകാരി എന്ന നിലയിൽ ഈ മേഖലയിലൊക്കെ ഇനിയും വികസനം വേണം എന്ന് കൃത്യമായിട്ട് അഡ്വക്കേറ്റ് ആറ്റബിക്ക് പറയാൻ സാധിക്കും. ഞാൻ അവിടെയുള്ള സ്ത്രീകളുമായിട്ട് പ്രധാനമന്ത്രി ആശയ സംവേദനം നടത്തിയല്ലോ. നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭനായിരുന്നു ട്രാൻസ്ലേറ്ററായിട്ട് നിന്നത്, പരിഭാഷകനായിട്ട് നിന്നത്. ഞാനത് കൃത്യമായിട്ട് കേൾക്കായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്, കേന്ദ്ര പദ്ധതികളുടെ എല്ലാ ബെനിഫിറ്റും ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട്, പ്രധാനമന്ത്രിക്ക് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ആ സമൂഹം പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തിയത്. എനിക്ക് അറിയേണ്ടത് ഇനി ഏത് രീതിയിലാണ് ഇനി അടുത്ത പടി എന്നത്. കാരണം ഇപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിരിക്കുന്നു അഡ്വക്കേറ്റ് ആറ്റബി. ലോക ടൂറിസം ഭൂപടത്തിൽ ഈ ഒരു കോൺട്രവേഴ്സിയോടുകൂടി അതിനൊരു വിവാദം വേണ്ടി വന്നു, ശരി തന്നെ. പക്ഷേ എങ്കിലും അങ്ങനെ അടയാളപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി ഏതൊക്കെ തലത്തിലേക്ക് ലക്ഷദ്വീപ് ഉയരേണ്ടതുണ്ട് സഞ്ചാരികളെ സ്വീകരിക്കാനായി? ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം ലക്ഷദ്വീപ് ഇപ്പോഴും വികസനം തുടങ്ങേണ്ടത് 0-ൽ നിന്നാണ്. ഞാൻ നേരത്തെ ഒന്നിൽ നിന്നല്ല, 0-ൽ നിന്ന് വികസനം തുടങ്ങേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ആരോഗ്യ മേഖലയിലായിക്കോട്ടെ, ഗതാഗത മേഖലയിലായിക്കോട്ടെ,
കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം ഇപ്പോഴാണ് ഈ പ്രധാനമന്ത്രി വന്നാണ് ഒപ്റ്റിക്കൽ ഫൈബർ ഇനോഗ്രേറ്റ് ചെയ്തത്. അതോടുകൂടിയാണ് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 60 കൊല്ലവും ഭരിച്ചവർക്ക് കഴിയാത്ത ഒരു കാര്യം സാധിച്ചെടുക്കുന്നത് ഈ 2023-ലാണ്. ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു. ഇപ്പോഴും 30 വർഷം പുറകോട്ടാണ് ലക്ഷദ്വീപ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ആരോഗ്യ മേഖല താറുമാറായിട്ടിരിക്കുകയാണ്, ഗതാഗത മേഖല താറുമാറായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും ശാശ്വതമായിട്ടുള്ള ഒരു വികസനം കൊണ്ടുവരാൻ മുൻപ് ഭരിച്ചവർക്കാർക്കും അവർ ശ്രമിച്ചിട്ടുമില്ല, അവർ അത് ചെയ്തിട്ടുമില്ല. ഈ ഗവൺമെന്റ് അത് ഏറ്റെടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അവരത് ചെയ്യുകയും ചെയ്യും. മോദിജി അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ ആൾക്കാർ ഒഴുകുന്നതിനെ അല്ലെങ്കിൽ ആൾക്കാരുടെ കടന്നുവരവിനെ സ്വാഗതം ചെയ്യാൻ ഇനിയും ലക്ഷദ്വീപ് ഒരുപാട് മുന്നോട്ട് പോകണം. ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം. ഒരുപാട് അതിദൂരം മുന്നോട്ട് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് പോകണം. എന്നിരുന്നാലും മോദിജി വികസിത ലക്ഷദ്വീപിന് മോദിജിയുടെ ഗ്യാരണ്ടി അത് ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് തെളിവാണ് മോദിജിയുടെ ഗുഡ് ഗവർണൻസ്. അത് നേരിട്ടറിഞ്ഞ് അതിൻ്റെ അട്രാക്ഷൻ അത് മാത്രമാണ് മോദിജിയുടെ സന്ദർശന വേളയിൽ അഗത്തിയിൽ ഒഴുകിയെത്തിയ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും ഒഴുകിയെത്തിയ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത് അത് തന്നെയാണ്. കവരത്തിയിലാണെങ്കിലും ഒരു ദ്വീപിലെ ജനസംഖ്യയുടെ 80% അദ്ദേഹത്തെ കാണാനും കേൾക്കാനും എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അവർ വിശ്വാസമർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻസിൽ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇനി കോൺഗ്രസ് അവിടെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരുന്നു. ഈ 10,000 പേര് അഗത്തിയിൽ 6,000 പേരുള്ളിടത്ത് 5,000-ഓളം പേര് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ജനങ്ങൾ ആ ബഹിഷ്കരണം ഏറ്റെടുത്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം 80% ഒരു ജനതയുടെ 80% അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാം ഈ ഒരു ഗവൺമെന്റിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും അവർക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികൾക്കും ലക്ഷദ്വീപിൽ ബെനിഫിഷ്യറീസ് ഉണ്ട്. ആയുഷ്മാൻ കാർഡ് ആയിക്കോട്ടെ, മത്സ്യസമ്പത്ത് യോജന ആയിക്കോട്ടെ, കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ, എല്ലാ മേഖലയിലുള്ള ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾക്കും ലക്ഷദ്വീപിൽ ബെനിഫിഷ്യറീസ് ഉണ്ട്. അവരെല്ലാവരെയും പ്രധാനമന്ത്രി വരികയും കേൾക്കുകയും ഇനി ആവലാതികൾ പറയാനുള്ളവരുടെ ആവലാതികൾ കേൾക്കുകയും അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലക്ഷദ്വീപ് ജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഇതുവരെ ഇല്ലാത്ത ഇനി ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾക്ക് ലക്ഷദ്വീപ് ജനങ്ങൾ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിന് തെളിവാണ് പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ അവിടെ തിങ്ങിക്കൂടിയ ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്.